കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. ഇത്തവണത്തെ യാത്ര ഊട്ടിയിലേക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ ഭാര്യയും പിന്നെ ഞങ്ങളുടെ പുതിയ പട്ടിക്കുട്ടി കായും. പൊതുവേ ഞാൻ ഊട്ടിയിലേക്ക് വരാറുള്ള സമയത്ത് ഊട്ടി ടൗൺ പ്രിഫർ ചെയ്യുന്നത് ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി മാത്രമായിരിക്കും. കാരണം ഇവിടുത്തെ നല്ല ഭക്ഷണമാണ്, പിന്നെ സേഫായിട്ടുള്ള താമസവും നമുക്ക് കിട്ടും. ഊട്ടിയിലുള്ള ശരിക്കും ഊട്ടിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നമ്മൾ ഊട്ടിയിലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് പോകണം. അവിലാഞ്ചി, കിന്നക്കോര, മഞ്ഞൂർ, കോടനാട്, കോത്തഗിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഊട്ടിയിൽ കാണാനുണ്ട്. സോ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. ഊട്ടിയിലെ തിരക്കേറിയ തെരുവുകൾക്കപ്പുറം കാലം തൊട്ട് തീണ്ടാത്ത ഒരു ചെറിയ സ്ഥലമുണ്ട്, കിന്നക്കോര. A journey into the clouds where the silence speaks louder than words. ചെങ്കുത്തായിട്ടുള്ള മലകളും കാടുകളും അതേപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ടേൺസും, പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഉണ്ടാകുന്ന കാടും അതേപോലെ തന്നെ തേയിലത്തോട്ടവും ഒക്കെ ഈ ഒരു റൈഡ് നിങ്ങൾക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പണ്ട് ഊട്ടി രാജാവ് കൊടും കുറ്റവാളികളെ കൊണ്ടിട്ടിരുന്ന സ്ഥലമാണ് കിന്നക്കോര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ജയിൽ പോലെ. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നു പെട്ടാൽ അങ്ങനെ തിരിച്ചു പോക്കത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് റോഡ് പോലും ഇല്ലാത്ത പഴയ രാജഭരണകാലത്ത്. എന്നാൽ ഇന്ന് കിന്നക്കോര ഒരുപാട് മാറിയിരിക്കുന്നു. ഒരുപാട് ജനസംഖ്യ ഒന്നുമില്ലെങ്കിലും തേയിലയും പച്ചക്കറിയും മറ്റ് കൃഷികളുമായിട്ട് ഇവിടുത്തെ ആൾക്കാർ സന്തോഷത്തോടെ കഴിയുന്നു. ഈയിടെയായിട്ട് ഒരുപാട് മലയാളി യാത്രക്കാർ ഈ വഴി വരുന്നത് കൊണ്ട് തന്നെ ടൂറിസവും ഇവിടെയുള്ളവർക്ക് മറ്റൊരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട്. നമ്മൾ അവർക്കൊരു ശല്യമായി മാറാതെ നോക്കേണ്ടതും നമ്മുടെ കടമയാണ്. കിന്നക്കോര വെറും ഒരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. അത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഇതും കൂട്ടിയിട്ട് ഇപ്പം ഞാൻ 6ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണല്ലോ. നമ്മൾ വന്നു പോയതിന് ശേഷവും ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്നു പോകാനുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലോർത്തുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒരിക്കലും പൊല്യൂട്ട് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. ഇതെൻ്റെ മാത്രം റിക്വസ്റ്റ് അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയും കൂടെ റിക്വസ്റ്റ് ആയിരിക്കും. ഈ 6 വട്ടം പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കിന്നക്കോരയിൽ എങ്ങനെയെങ്കിലും എത്തി തിരിച്ചു പോകാമെന്നുള്ളൊരു ചിന്തയും കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പലതും മിസ് ചെയ്യും. കാരണം ഡെസ്റ്റിനേഷൻ അല്ല കിന്നക്കോരയിലേക്കുള്ള ട്രാവലിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അവിടെ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേയുള്ള ഒരുപാട് മൊമെൻറ്റുകളും വ്യൂ പോയിൻറ്റുകളും കാഴ്ചകളും കാടുകളും തേയിലത്തോട്ടങ്ങളും ആയിരിക്കും. സോ കിന്നക്കോര എന്നുള്ള ഒബ്ജക്റ്റീവ് നിങ്ങൾ മാറ്റിവെച്ച് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ കിന്നക്കോര ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ്, എ റിമൈൻഡർ ദാറ്റ് ലവ്, നേച്ചർ ആൻഡ് ഫ്രീഡം ക്യാൻ ലിവ് ടുഗദർ ഇൻ പെർഫെക്റ്റ് ഹാർമണി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.